അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കു താതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കു താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവതിരുനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ശരീരത്തിൽ ദൈവം മനോഹരമായി നൽകിയിട്ടുള്ള അവയവങ്ങളെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതോടൊപ്പം തന്നെ ദൈവം തന്നിട്ടുള്ള നമ്മുടെ ഈ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഓരോ അവയവങ്ങളെയും ശത്രുവായ സാത്താൻ തൻ്റെ തന്ത്രങ്ങളിലൂടെ പലപ്പോഴും എടുത്ത് ഉപയോഗിക്കുകയും അതിനെ തെറ്റിക്കുകയും നമ്മളിലൂടെ ദോഷങ്ങളെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, അതിലൂടെ നമ്മളെ ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും അകറ്റുവാൻ തക്കവണ്ണം ഒക്കെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നാവുകളെ, നമ്മുടെ അധരങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ട ആദാവും ഹവ്വായും അവരുടെ ഹൃദയത്തിൽ പിശാച് പ്രവർത്തിക്കുന്നതായ വലിയൊരു പരീക്ഷയുടെ അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ സ്ത്രീയോട് വന്ന് പാമ്പ് സംസാരിക്കുമ്പോൾ, ആ ആശയവിനിമയം നടത്തുമ്പോൾ സത്യത്തിൽ അവരുടെ പാപങ്ങൾ ആദ്യമേ പുറപ്പെടുന്നത് അവരുടെ അധരങ്ങളിൽ നിന്നാണ്. ആ അധരമാണ്, അല്ലെങ്കിൽ അവരുടെ നാവാണ് അവിടെ പിഴയ്ക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മളതിന് വലിയ പ്രാധാന്യങ്ങളൊന്നും കൊടുക്കാതെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു വിടുകയാണ്. എന്താണ് ദൈവം അവരോട് കൽപ്പിച്ചതിന് വിരുദ്ധമായി പിശാച് അവരുടെ പാമ്പ് സ്ത്രീയുടെ അടുത്ത് വരുമ്പോൾ, പാമ്പുമായിട്ട് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ ചെയ്തതായ ചില പ്രവൃത്തികളുണ്ട്. അതായത് കർത്താവ് അവരോട് കൽപ്പിച്ചതിൽ നിന്നും വിരുദ്ധമായി അവരുടെ സംസാരത്തിൽ അവർ ചിലതൊക്കെ പാമ്പിനോട് കൂട്ടിയും കുറച്ചുമൊക്കെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആ നാവുകളാണ് അവരെ അവിടെ സത്യത്തിൽ ഈ പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുത്തുകയാണ്. അതിന് നമ്മൾ ഉദാഹരണമായിട്ട് അതിൻ്റെ ആധാരമായി വായിക്കുവാനായിട്ടുള്ളത് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരോട് എന്തായിരുന്നു കൽപ്പിച്ചിരുന്നത്? യഥാർത്ഥത്തിൽ ദൈവം അവരോട് കൽപ്പിച്ചത് ഇപ്രകാരമാണ്. 16-ാമത്തെ വാക്യം, 2-ാം അധ്യായം ഉൽപ്പത്തി 2:16 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അതിനുശേഷം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് ദൈവം അവരോട് പറഞ്ഞിരുന്നതായ, കൽപ്പിച്ചതായ ദൈവീകമായ കൽപ്പനകൾ. എന്നാൽ പാമ്പ് അവരുടെ അടുത്ത് വരുന്ന സ്ത്രീയോട് സംസാരിക്കുമ്പോൾ സ്ത്രീ പാമ്പിനോട് പറയുന്നതായ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വരുന്നുണ്ട്, പാമ്പ് കൗശലമേറിയതായിരുന്നു എന്ന് പറയുന്നത്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാക്ക്, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത്, ഒരു ആശയവിനിമയം നടക്കുന്നത്. പാമ്പ് ചോദിക്കുന്നതായ ചോദ്യത്തിൽ ഒരു കെണി ഒളിച്ചു വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉടനെ സ്ത്രീ പാമ്പിനോട് സംസാരിച്ചപ്പോഴെന്താ പറഞ്ഞത്? സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. ഇവിടെ നിങ്ങൾ നോക്കിയേക്കാട്ടെ, എന്തെങ്കിലും അവിടെ കുറവുണ്ടോ?
രണ്ടാമതായിട്ട് പറയുന്നു, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ 2 വാക്യം വായിച്ചതിലൂടെ, അല്ലെങ്കിൽ ഈ 4 വാക്യങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് മനസ്സിലായോ? അവിടെ നാവ് പിഴയ്ക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, നാവ് അധരങ്ങളിലൂടെ കെണി അല്ലെങ്കിൽ അധരങ്ങളുടെ കഷ്ടത വിളിച്ചു വരുത്തുന്നു എന്നൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചു. അത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ഈ 2 കാര്യങ്ങളാണ് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്. ഒന്ന് നിങ്ങൾക്ക് തിന്നാമെന്നും ഒന്ന് നിങ്ങൾ തിന്നരുതെന്നുമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വായിക്കുമ്പോൾ അവിടെയുള്ളതായ പ്രത്യേകതകളെ നോക്കിക്കാട്ടെ. 16-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞത് എന്താ? യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. ആ ഇഷ്ടം പോലെ തിന്നാം എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം. കാരണം എല്ലാം കഴിക്കുവാൻ, അല്ലെങ്കിൽ ബാക്കി ഒരെണ്ണത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കുവാൻ ഇഷ്ടം പോലെ, അവരുടെ ആവശ്യാനുസരണം, ഒരു ലിമിറ്റും ഇല്ലാതെ അവർക്ക് ഇഷ്ടം പോലെ അതിനെ ആസ്വദിക്കുവാൻ, ഫ്രീ ആയിട്ട് അതിനെ ആസ്വദിക്കുവാനായിട്ട് കഴിയുമെന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. പക്ഷേ സ്ത്രീ പാമ്പിനോട് പറയുമ്പോൾ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീ പാമ്പിനോട് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. അവിടെ ഒരു കാര്യം, അവരുടെ ഫ്രീഡത്തെ വെട്ടിക്കുറച്ചാണ് പാമ്പിനോട് സ്ത്രീ സംസാരിക്കുന്നത്. ആ ഇഷ്ടം പോലെ തിന്നാം എന്നുള്ളത്, അവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണുന്നത്. സകല വൃക്ഷങ്ങളുടെയും, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്ന് മാത്രം അവിടെ പറഞ്ഞത്. സകല വൃക്ഷങ്ങളൊന്നും ഇഷ്ടം പോലെയൊന്നും ഉള്ളതായ ആ ഒരു സ്വാതന്ത്ര്യത്തെ അവൾ വെട്ടിക്കുറച്ചിട്ടാണ് പാമ്പിനോട്. അപ്പോൾ പാമ്പ് കൗശലമുള്ളതാണ്. ആ നാവിൽ വന്നതായ പിഴ, നാക്കിൻ്റെ പിഴയെ അവിടെ പിശാചി കയറി പിടിക്കുന്നത് കണ്ടോ? അതിനുശേഷം 2-ാമത് പറയുന്നത് എന്താണെന്നറിയാമോ? അപ്പോൾ ഇവിടെ സ്ത്രീ ഒന്ന് വെട്ടിക്കുറച്ചിട്ടാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ എന്നുള്ളതായ ആ സ്വാതന്ത്ര്യത്തെ വെട്ടിക്കുറഞ്ഞിട്ടാണ് പാമ്പിനോട് പറയുന്നത്. 2-ാമതായിട്ട് 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 2:17 പറയുന്നത്, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത്രയുമേ ദൈവം പറഞ്ഞുള്ളൂ. ഒരെണ്ണത്തെ മാറ്റി നിർത്തി അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ സ്ത്രീ പാമ്പിനോട് പറയുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചു നോക്കിക്കേ. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. പിന്നെ സ്ത്രീ അവിടെ കുറച്ചുകൂടെ കൂട്ടിച്ചേർത്ത് പാമ്പിനോട് പറയുന്നത് എന്താ? തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 1-ാമത്തേൻ്റെ അകത്ത് ഇഷ്ടം പോലെ എന്നുള്ളത് വെട്ടിക്കുറച്ചു. 2-ാമത്തേൻ്റെ അകത്ത് തിന്നരുതെന്നേ ദൈവം പറഞ്ഞുള്ളൂ. അതിലേക്കൂടെയൊക്കെ പോകുമ്പോൾ അതിൽ തൊട്ടതുകൊണ്ടോ അത് നിങ്ങളുടെ ദേഹത്തൊന്ന് മുട്ടിയാലോ അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. തിന്നരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ സ്ത്രീ പറഞ്ഞ എന്താണെന്നറിയാമോ? തൊടുക പോലും അരുത്. അപ്പോൾ ദൈവം അത്രത്തോളം കാർക്കശക്കാരനാണെന്നും അല്ലെങ്കിൽ ക്രൂരനാണെന്നും ഒക്കെ ഉള്ളതായ ഒരു ചിന്ത സ്ത്രീയുടെ മനസ്സിലേക്ക് പാമ്പിട്ടു. അപ്പോൾ ആ 2 വാക്കേലും കയറിയിട്ട് പാമ്പ് പിടിച്ചിട്ട്, കാരണം കുറച്ച് പറഞ്ഞതും കൂട്ടി പറഞ്ഞതുമൊക്കെ അവർക്ക് വിനയായി തീർന്ന് പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് ആദ്യത്തേതായ. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ വീണ്ടും ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദമിനോട് ചോദിക്കുമ്പോൾ ആദം ആരെ ബ്ലെയിം ചെയ്യുന്നു? അവിടെ നാവാണ് ദോഷത്തിലേക്ക്. നാവ് കൊണ്ട് പറയുകയാണ്, നീ എന്നോടുകൂടെ തന്നതായ സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറയുന്നു പാമ്പ്, അല്ലയോ? അങ്ങനെ അവരുടെ നാവ് എല്ലായിടത്തും പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വഴക്കിനെ വിളിച്ചു വരുത്തുന്നു എന്ന സദൃശവാക്യത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു. അപ്പോൾ ഞാനിത് ഒരു ചിന്തയായിട്ട് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇതിനോട് ഒരു വള്ളിയോ പുള്ളിയോ കൂട്ടുവാനോ കുറയ്ക്കുവാനോ, വചനത്തെ നമുക്ക് ഇഷ്ടാനുസരണം അതിനെ
മാറ്റിമറിക്കുവാനോ ഒന്നും കഴിയുകയില്ല. ഇന്ന് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാരണം ഇതുതന്നെയല്ലേ? ആദിൽ ഏദൻ തോട്ടത്തിലുണ്ടായ പ്രശ്നത്തിൻ്റെയും ഫലം ഇതുതന്നെയായിരുന്നു. പാമ്പിനോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ കൂട്ടിയും കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ ഫലമായി ഒരു പക്ഷേ തിരിച്ചായിരുന്നത് ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നുവെങ്കിൽ അവരതിനെ തിരിച്ചറിയാനുള്ളതായ ഒരു മനസ്സ് ഇല്ലാതെ പാമ്പ്, കൗശലമേറിയ പാമ്പ് അവരെ പാമ്പിൻ്റെ കെണിയിൽ, ശത്രുവിൻ്റെ പിശാചിൻ്റെ കെണിയിൽ അവരെ വീഴ്ത്തി. ഞാനിത് ഒരു ചിന്തയായിട്ട് നിങ്ങളോട് പറയട്ടെ. ഇന്ന് പലപ്പോഴും പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരു വലിയ വ്യഗ്രതയുള്ളവരാണ്. എന്തിനാണെന്നറിയാമോ? ചിലരുമായിട്ടൊക്കെ പറയുമ്പോൾ, നമ്മൾ കേട്ട ഒരു വസ്തുത മറ്റുള്ളവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ചില കാര്യങ്ങളെ വെട്ടിക്കുറയ്ക്കും, ചിലതിനെ കൂട്ടിച്ചേർക്കും. ഇന്ന് പല പ്രശ്നങ്ങളും കുടുംബങ്ങളിലാകട്ടെ, പള്ളികളിലാകട്ടെ, കൂട്ടായ്മകളിലാകട്ടെ, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തേണ്ടതുപോലെ നടത്താത്തത് കൊണ്ടാണ്. നമുക്ക് താല്പര്യമുള്ളവരോട് പറയുമ്പോൾ ചിലതിനെയൊക്കെ വിട്ട് കളഞ്ഞിട്ട് പറയേണ്ടതുപോലെ പറയാതെ വെട്ടിക്കുറച്ച് സംസാരിക്കും. ചിലതാണെങ്കിൽ ഇല്ലാത്തതുകൂടെ ചേർത്ത് വെച്ച് അല്പം മസാലയും അല്ലെങ്കിൽ അല്പം എരിവും പുളിയൊക്കെ ചേർത്ത് പറയുവാനായിട്ട് ശ്രമിക്കും. അതുണ്ടാക്കി വെക്കുന്നതായ പ്രയാസങ്ങൾ എത്ര വലുതാണ്. അതുകൊണ്ട് ഇത്ര മാത്രമാണ് ഇന്നെനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളതായ സന്ദേശം. ദൈവികമായ ആലോചനകളെ കേൾക്കുക, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുക, പറയേണ്ടത് പറയുവാനും പറയേണ്ടാത്തത് പറയാതിരിപ്പാനും ഉള്ള കൃപ തരണമേ. പറയേണ്ടതൊന്നും മറച്ചു വെക്കാതിരിപ്പാൻ, അതോടൊപ്പം തന്നെ പറയേണ്ടാത്തത് ചേർത്തു പറയുവാൻ ഇടയാകരുത് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടേതായ ആശയവിനിമയങ്ങളിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവെ, ചിലതൊക്കെയും ഇതുപോലെ ആദമിനെ പോലെ ഹൗവയെ പോലെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പറയേണ്ടതെല്ലാം പറയാതെയും കർത്താവെ അതിൽ നിന്ന് ചിലതൊക്കെ കുറച്ചും കർത്താവെ പറയേണ്ടാത്തത് ചിലതിനെ ചേർത്തും ഒക്കെ പറഞ്ഞതായ തെറ്റുകൾ സംഭവിച്ചു. അതിലൂടെ പല പ്രയാസങ്ങളും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇനി മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ പറയേണ്ടതിനെ പറയുവാൻ ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കണമേ. പറയേണ്ടാത്തത് പറയാതിരിപ്പാനും ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കണമേ. കുറയ്ക്കുവാനോ കൂട്ടുവാനോ ഞങ്ങൾക്ക് അനുവാദമില്ല. ദൈവീക രൂപരാൻ ജീവിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.